നടുക്കത്തോടെ കുവൈറ്റിൽ നിന്നും കേട്ട ദുരന്ത വാർത്ത നാടിനുമേൽ കനത്ത ആഘാതമായി നിൽക്കുകയാണ്. 25 പ്രവാസി മലയാളികളാണ് മരണപ്പെട്ടത്. തീപ്പൊള്ളലേറ്റും വിഷപ്പുക ശ്വസിച്ചും രക്ഷപ്പെടാൻ 6 നില കെട്ടിടത്തിൽ നിന്നും ചാടിയവരുമാണ് മരിച്ചത്. വൻ തീപിടുത്തത്തിൻ്റെ കാരണമായി പലതും പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. മൃതദേഹം നാട്ടിലെത്തിക്കുക, ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കുക, ഇതൊക്കെയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അതിനുള്ള നടപടികൾ അതിവേഗത്തിൽ ചെയ്തു വരുന്നു. മൃതദേഹങ്ങൾ എത്തിക്കാൻ വ്യോമസേനാ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടേക്ക് പോയിട്ടുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് താങ്ങും തണലുമാവേണ്ടത് നമ്മുടെ നാടാണ്. ആ തരത്തിൽ വേണ്ട ധനസഹായം സർക്കാരിൽ നിന്നും സുമനസ്സുകളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവാസികളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന പ്രധാന പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് ലോക കേരള സഭ കടക്കുമെന്ന് ആശിക്കാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ കെ രാജൻ, റവന്യൂ മന്ത്രി; നാഗനാഥൻ, ലോക കേരള സഭാംഗം, കുവൈറ്റ്; അനൂപ് മങ്ങാട്ട്, കല, കുവൈറ്റ് പ്രസിഡന്റ്; കെ വി അബ്ദുൽ ഖാദർ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ. ആദ്യം റവന്യൂ മന്ത്രിയിലേക്ക്. ശ്രീ കെ രാജൻ, ഇന്നിപ്പോൾ ഈ വിവരമാകെ അറിഞ്ഞ് വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടത്തിലാണോ? ഇന്നലെയൊക്കെ വന്ന വാർത്തയിൽ നിന്നും ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നതും മലയാളികൾ കൂടുതലായാണ്. ഈ ആകെ ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം, 49-ൽ 46 ഇന്ത്യക്കാരാണ്. അതിൽ തന്നെയും ഏറ്റവും അധികം ആളുകൾ മലയാളികളാണ് എന്ന തരത്തിലേക്കുള്ളൊരു വിവരമോ സൂചനയോ വന്നപ്പോഴാണോ ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നതും കാര്യങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ സർക്കാർ തയ്യാറായതും മന്ത്രി അയക്കാൻ തീരുമാനിച്ചതുമൊക്കെ? സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ശരത്തിനറിയാവുന്നതുപോലെ വളരെ പെട്ടെന്ന് മന്ത്രിസഭാ യോഗം രാവിലെ തന്നെ ചേരാനുള്ള അടിയന്തരമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അതനുസരിച്ച് ക്യാബിനറ്റ് യോഗം അടിയന്തരമായി ചേരുകയും ഇന്ന് നടത്താനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ പരിപാടികളും മാറ്റിവെക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ പൊതു സെഷൻ ഉൾപ്പെടെ മാറ്റിവെക്കുന്ന തീരുമാനം ഇന്നലെ രാത്രിയോടെ തന്നെ കൈക്കൊണ്ടു. രാവിലെ അടിയന്തരമായ ക്യാബിനറ്റ് യോഗം ചേരാനും തീരുമാനിച്ചു. രാവിലെ ക്യാബിനറ്റ് യോഗം ചേരുന്നതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ ഏതാണ്ട് ഇപ്പോഴായി. നേരത്തെ പറഞ്ഞതുപോലെ ഔപചാരികമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് 45 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 23 പേരുടെ മരണങ്ങൾ, 23 പേർ മരിച്ചവരിൽ 23 പേർ കേരളീയരാണ്. ഒരു മരണം ഏതാണ്ട് സംശയമുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് നേരത്തെ ശരത്ത് പറഞ്ഞ് 46ലേക്ക് കിടക്കുമോ എന്ന് പേടിക്കുന്നു. ഔപചാരികമായിട്ടുള്ള സ്ഥിരീകരണം നടന്നിട്ടില്ല. 45-ൽ 23 കേരളത്തിൽ നിന്നാണ്. രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം മലയാളികളുടെ പൊതുവിൽ അവിടെ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവത്തിൽ കേവലം അനുശോചനമോ അതുമായി ബന്ധപ്പെട്ട പ്രമേയമോ പാസാക്കുക മാത്രമല്ല, അടിയന്തര നടപടികൾക്ക് വേണ്ടി തുടക്കം കുറിച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കേരളത്തിലെ മന്ത്രിസഭയുടെ തന്നെ പ്രതിനിധിയായി അടിയന്തരമായി കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോടൊപ്പം മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ശ്രീ ജീവൻ ബാബുവും അവിടെ മരണപ്പെട്ടവരുടെയും ചികിത്സ തേടുന്നവരുമായിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ചികിത്സാ പ്രവർത്തനങ്ങളെയും മരണാനന്തര പ്രവർത്തനങ്ങളെയും ഒക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിവേഗം അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും എത്ര പണം കൊടുത്താലും തീരാത്ത വിധത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. കുവൈറ്റാകുമ്പോൾ മലയാളികൾ കൂടുതലുണ്ട്. ചില ആളുകളൊക്കെ ഈ 1-2 ദിവസം മുമ്പ് പോയവരാണ്. ഇപ്പോൾ ചാവക്കാട്ടെ ബിനോയ് തോമസൊക്കെ പോയി തിരിച്ച് വരാൻ വേണ്ടി അടുത്ത ദിവസം അവിടെ എത്തിയവരാണ്. അവരുൾപ്പെടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി നിൽക്കേണ്ട ആളുകളാണ് മരണപ്പെട്ടത്. അവർക്ക് പകരമായി കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തു കൊടുത്താലും അതിന് സാധ്യവുമാകില്ല. പക്ഷേ മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടിച്ചേർന്ന് 5 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന് പുറമെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ലോക കേരള സഭയിലൊക്കെ എത്തിച്ചേരേണ്ട ആളുകൾ, വിദേശ വ്യവസായികളായിട്ടുള്ള മലയാളികൾ, 5 ലക്ഷം രൂപ യൂസഫ് അലിയും 2 ലക്ഷം രൂപ രവി പിള്ളയും ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൂടി മുഖ്യമന്ത്രിയോട് നോർക്ക വഴി നൽകാം എന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ അനുഗ്രഹമായി. ചെറുതെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുക്കാനായി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കും അതുപോലെ തന്നെ ഗ്ലോബൽ കോണ്ടാക്റ്റ് സെൻറ്റർ മുഖാന്തരം എല്ലാ പ്രവർത്തനങ്ങളെയും തുടർച്ചയായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കേന്ദ്ര സഹമന്ത്രി അവിടെയുണ്ട്, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി ഓരോ മിനിറ്റിലും ഓരോ പോയിന്റിലും ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ ഇവിടെ ഇരുന്നതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഉണ്ടായിരുന്നൊരു പ്രശ്നം, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന എയർക്രാഫ്റ്റ് ഡൽഹിയിൽ എത്തിച്ചേരും എന്നാണ് ആദ്യത്തെ ചില അറിയിപ്പുകളുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ കേരളത്തിൽ നിന്ന് ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചീഫ് സെക്രട്ടറി നേരിട്ട് കേന്ദ്ര മന്ത്രാലയത്തിന് വിമാനം നേരിട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ കത്തെഴുതി. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായത് കേരള സംസ്ഥാനത്താണെന്നുള്ളതുകൊണ്ട് ഇവിടെയാണ് ആദ്യം എത്തിക്കേണ്ടത് എന്ന നിലവാരത്തിൽ കേരളത്തിലേക്ക് എത്തിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് കൊച്ചിയിൽ എത്തിച്ചേരും നാളെ രാവിലെയോടുകൂടി എന്ന വിധത്തിലാണിപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു വരികയാണ്. എങ്കിലും എയർപോർട്ടിൽ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൂടി ഭരണകൂടത്തിൻ്റെ കൂടി സഹായത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എറണാകുളത്തേക്ക് ഏതാണ്ട് സമയങ്ങൾക്കകം തിരിക്കും. ഞാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചേരുന്നതിന് മുമ്പായി അവിടുത്തെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഏതാനും മിനിറ്റുകൾക്കകം അങ്ങോട്ട് തിരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മരണപ്പെട്ടവരുടെ കുടുംബങ്ങളിലൊക്കെ കാണുന്ന വേദന ഒരു വിധത്തിലും താങ്ങാൻ കഴിയാത്തതാണ്. കേരളത്തിൻ്റെ എപ്പോഴുമുള്ള പ്രത്യേകത മലയാളിയുടെ മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഇടപെടലിന് എപ്പോഴും ഏത് ദുരന്ത മുഹൂർത്തങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ദുരന്തങ്ങളിൽ മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം സംരക്ഷിക്കാൻ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ്റുകൾക്ക് കൂടി സാധിക്കുന്നത്. അതുതന്നെയാണ് മരണപ്പെട്ടവരുടെയും ആ വിധത്തിൽ വിഷമം അനുഭവിക്കുന്നവരുടെയും വീടുകളിലൊക്കെ പ്രാദേശികമായി ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി കേരളത്തിലെ മനുഷ്യരും ഒത്തുചേരുകയും അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ദുരന്തത്തിനിടയിലും മലയാളത്തിൻ്റെ ഒരു നന്മയായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. എല്ലാ വിധത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് എന്താണോ സാധ്യമാകുന്നത് അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തന്നെയാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ലോക കേരള സഭയുടെ പരിപാടികൾ പൂർണ്ണമായും മാറ്റിവെച്ചു. നാളെ രാവിലെ ലോക കേരള സഭ ആരംഭിക്കാനാണിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. കാരണം എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നു. അപ്പോൾ ഈ മൃതദേഹങ്ങൾ രാവിലെ എത്തുന്ന സാഹചര്യത്തിൽ രാവിലത്തെ പരിപാടികൾ ലോക കേരള സഭയുടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഉച്ചയ്ക്ക് ശേഷം ഷെഡ്യൂൾ ചെയ്യാവുന്ന വിധത്തിലാണിപ്പോൾ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഈ പ്രയാസങ്ങൾക്കിടയിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യർക്ക് താങ്ങും തണലുമായി ഏതറ്റം വരെ പോകാമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. 1 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സിക്കുന്നവരുടെ കുടുംബത്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെല്ലാം വിധത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന് ഒരുക്കാൻ കഴിയുക അതെല്ലാം പൂർണ്ണമായി ഒരുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഞങ്ങളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് അതത് ചുമതലകൾ ഇപ്പോൾ നിർവഹിച്ചു വരികയാണ്. ശരി, ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഏകോപനം മിനിസ്റ്റർ ഇക്കാര്യത്തിൽ നടന്നു വരികയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നതുകൊണ്ട് ഈ ലേബർ ക്യാമ്പിൽ യഥാർത്ഥത്തിൽ 196ഓളം ആളുകളാണ് ഉള്ളത്. ഇപ്പോൾ മരണപ്പെട്ടവരുടെ എണ്ണം 49. ഒട്ടേറെ ആളുകൾ പലതരത്തിൽ ഇപ്പോൾ അവിടെ ഈ ലോക കേരള സഭയ്ക്കായി അവിടെ നിന്ന് വന്ന പ്രതിനിധികളൊക്കെ നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം തീപ്പൊള്ളലേറ്റ് മരിച്ചതിലും അധികം ആളുകൾ ഈ വലിയ പുക ശ്വസിച്ച് അതിൻ്റെ ആഘാതം കൊണ്ട് മരണപ്പെട്ടവരുണ്ട്. അതിൽ ഉള്ള മരണവെപ്രാളത്തെ തുടർന്ന് ഈ വലിയ കെട്ടിടത്തിൽ നിന്ന് എടുത്തുചാടി പരിക്കുപറ്റിയവരുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർക്കൊക്കെ ഇപ്പോൾ ഇനിയും ഒട്ടേറെ മലയാളികൾ സ്വാഭാവികമായി നമുക്ക് അനുമാനിക്കാം ആ ലിസ്റ്റ് നോക്കിയാൽ. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ആരോഗ്യമന്ത്രി പോകുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും അത്ര വലിയൊരു ആശ്വാസമാണ്. അവിടെ നിന്ന് വന്ന പ്രതിനിധികൾ പറഞ്ഞത് മന്ത്രി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ മന്ത്രിക്ക് അടക്കം പോകുന്ന കേരള സംഘത്തിന് വേണ്ട സൗകര്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്നുണ്ട്. അത് അവിടുത്തെ ഏകോപനങ്ങളെ കുറെ കൂടി ശക്തമാക്കും.
താങ്കളും അതുപോലെ പി രാജീവും കൊച്ചിയിലേക്ക് പോകുന്നതോടെ മൃതദേഹങ്ങളൊക്കെ കൊച്ചിയിലേക്ക് എത്തിക്കുമ്പോൾ അത് അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങൾക്ക് വേഗത, അതിൻ്റെ ഒരു ഏകോപനവും കാര്യമായി സംഭവിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കൂടി മിനിസ്റ്റർ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് അങ്ങനെ നാളെ വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങളൊക്കെ പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ അത് വേണ്ടത് ചെയ്യാൻ നോർക്കയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ലോക കേരള സഭയുടെ നാളത്തെ ഈ രാവിലത്തേക്ക് ഷെഡ്യൂൾ മാറ്റിവെക്കാൻ ആലോചിക്കുന്നു എന്നിപ്പോൾ പറഞ്ഞതും ഇതിലെ ഒരു പ്രധാനപ്പെട്ട പുതിയ വിവരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ പ്രതിനിധികളും ആ നിലയിൽ അക്കാര്യങ്ങൾ അങ്ങനെ ഒരു അറിയിപ്പ് അവർക്കും വന്നിട്ടില്ലാത്തത് കൊണ്ട് താങ്കളത് പറഞ്ഞപ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ആ തീരുമാനവും ഉടൻ പ്രതീക്ഷിക്കാമെന്നാണോ? തീർച്ചയായിട്ടും ആ വിധത്തിൽ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള പ്രയാസം വളരെ വലുതാണെങ്കിലും ഈ ഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ സർക്കാരിനെ കുറിച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതറിഞ്ഞപ്പോൾ തന്നെ കുവൈറ്റിൽ ഹെൽപ്പ് ഡെസ്കും അതുപോലെ തന്നെ നോർക്കയിലെ ഗ്ലോബൽ കോണ്ടാക്ട് സെൻറ്ററും അതിവേഗം പ്രവർത്തനം ആരംഭിച്ച് ആശങ്കയുണ്ടാകുന്ന ആളുകൾക്കെല്ലാം ആ വിവരം കൈമാറാൻ വേണ്ടി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം ഇവിടെ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നേരത്തെ ശരത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരന്തത്തിൽപ്പെട്ട ചികിത്സ ആവശ്യമുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുള്ള മുഴുവൻ ആളുകളെയും നേരിട്ട് സന്ദർശിച്ച് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ കുവൈറ്റിലെ ഭരണകൂടത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങളുടെയും ഇന്ത്യൻ എംബസിയുടെയും അവിടെയുള്ള മലയാളികളെയും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് തുടർ സൗകര്യങ്ങൾ അത്യാവശ്യമായി കൊണ്ടുവരേണ്ടത്, അവിടെ തന്നെ ചികിത്സിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഏതാനും സമയങ്ങൾക്കകം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്നുകൂടി കൃത്യമായ വിവരങ്ങൾ കേരളത്തിന് ലഭ്യമാകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു തടസ്സവുമില്ലാതെ ഏത് വിധത്തിലുള്ള സൗകര്യങ്ങളാണോ ആ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിവേഗം ഈ സന്ദേശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ കാര്യത്തിലുള്ള എടുത്ത ഗൗരവമാണ് അതിൻ്റെ കാര്യം. അവിടെ എത്തിച്ചേരുന്ന 23 പേരുടെയും വീടുകളിലേക്ക് എത്തിക്കാനുള്ള വാഹനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, അവിടെ നടത്തേണ്ട കാര്യങ്ങൾ, ഇതിലെല്ലാം പ്രത്യേകമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതത് ജില്ലകളിൽ ഈ സംസ്കാര പ്രവർത്തനങ്ങളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ആ അർത്ഥത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിൽ കുറവില്ലാത്ത വിധം ആവശ്യമായ എല്ലാ കാര്യങ്ങളും സംസ്കാരത്തിനും അവരുടെ മൃതശരീരം വീട്ടിലെത്തിക്കുന്നതിനും പൊതുദർശനത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ ശ്രീ കെ രാജൻ ഒരല്പസമയം കൂടി ഞങ്ങൾക്കൊപ്പം തുടരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ലോക കേരള സഭ അംഗം കൂടിയായിട്ടുള്ള കുവൈറ്റിൽ നിന്നുള്ള ശ്രീ നാഗനാഥൻ കൂടി നമ്മൾക്കൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നലെ ആ സംഭവ സ്ഥലത്ത് ഇതറിഞ്ഞ് അവിടെ ചെന്നയാളാണ്. അദ്ദേഹം കൂടി സംസാരിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അവിടുത്തെ മലയാളി സമൂഹത്തെയൊക്കെ കുറേ കൂടി സംസ്ഥാന മന്ത്രിസഭയുടെ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരുപക്ഷെ കൂടുതൽ സഹായകരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരല്പസമയം കൂടി തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാനന്ന് നാഗരിലേക്ക് പോകുന്നത്. നാഗ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നലെ ഈ സംഭവത്തിൽ പ്രവാസി സമൂഹം വലിയ ഞെട്ടലിലാണ്. ഇന്നലെ ഇപ്പോൾ ഹിക്മത്തൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് മരണമുണ്ടാകാം, 2-3 മരണത്തിലേക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുമെന്നാണ് രാവിലെയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അതെല്ലാം വിട്ട് വല്ലാതെ ഈ മരണനിരക്ക് അങ്ങനെ ഉയരുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഞെട്ടൽ ഇന്നും പ്രവാസി സമൂഹത്തിനിടയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. കാരണം അത്ര വലിയൊരു അവസ്ഥ നേരിടേണ്ടി വന്നിട്ടില്ല. പല ദുരന്തങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മലയാളികൾ, നല്ല പരിചയമുള്ള ആളുകൾ, തലേ ദിവസവും പറഞ്ഞ് ചിരിച്ചു പോയ മനുഷ്യരൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്ന നിലയിൽ വല്ലാത്തൊരു നടുക്കത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെ അവിടെ പോയിരുന്നു അല്ലേ? ഈ വിവരം അറിഞ്ഞ് രാവിലെ ഹിക്മത്ത്, ഞങ്ങളുടെ കുവൈറ്റ് പ്രതിനിധി, പറഞ്ഞത് ഇന്നലെ രാവിലെ ഞങ്ങളുടെ തന്നെ ക്യാമറാമാൻ രാവിലെ 6 മണിക്ക്, അദ്ദേഹം അതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്, വലിയ പുക ഉയരുന്നത് കണ്ടാണ് വേഗത്തിൽ തന്നെ ഈ ഒരു അപകടത്തിലേക്ക് പോകുന്നത്. അപ്പോഴും ഇത് ഇങ്ങനെയായി തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ. നാഗ, ഇന്നലെ അവിടെ പോയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ രാവിലെ 4:30 മണിക്കാണ് ഈ തീ അവിടെ പിടിച്ചത്. അപ്പോൾ അതിനോട് ഏകദേശം മിനിറ്റുകൾക്കകം തന്നെ ഇതിൻ്റെ ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തി
അപ്പോൾ വളരെ വലിയ ശബ്ദത്തോടെയാണ് സാധാരണ ഈ ഇതൊക്കെ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ചുറ്റും വസിക്കുന്ന നമ്മുടെ അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടെന്ന് അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ കുവൈറ്റ് പോലീസ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വെളിച്ചമായി ഒരു മണിക്കൂറിന് ശേഷമാണ് അവിടെ എനിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് ആ ഭാഗമൊക്കെ തന്നെ പോലീസ് വലിയ രീതിയിൽ കാർഡൻ ചെയ്തിട്ട് ആളുകളെ അവിടെ കടത്തിവിടാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം അവർ നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ കുവൈറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിലും ഫയർ ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിലും ചെയ്യുന്ന വേളയിൽ ഒരുപാട് ആളുകൾ ചുറ്റുമുൾ താമസിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ കടന്നു വരരുത് എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ആളുകളെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിന് ശേഷമുള്ള അവിടെ നിന്ന് ഇപ്പോൾ ഹിക്മത്ത് എന്ന ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് തന്ന ദൃശ്യങ്ങളാണ്. ഇതിനെല്ലാം ശേഷമുള്ളതാണ്. ഇന്നലെ അവിടെ ചെന്ന് കാണുമ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? കാരണം ഈ ഓരോ നിലകളിലും മനുഷ്യൻ മരണവെപ്രാളത്താൽ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ ജീവനും കയ്യിൽ പിടിച്ചെന്ന് പറയുന്ന നിലയിലേക്കുള്ള മനുഷ്യരെ കണ്ടതിൻ്റെ ഒരു വലിയ നടുക്കമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുണ്ട്, ഒരു ആഘാതമുണ്ടല്ലോ. അത് രാവിലെ അവിടെ ചെല്ലുന്ന സമയത്ത് ആ നിലയിലായിരുന്നു ആ കൂറ്റൻ ബിൽഡിംഗ് ആകെയും. തീർച്ചയായിട്ടും വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് എടുത്ത് ചാടി അവിടെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. മൃതശരീരങ്ങൾ ഒന്നിൻ്റെ പിറകെ ഒന്നായി മുകളിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ നേരത്തെ മരിച്ച ആളുകളെ ചാടി മരിച്ച ആളുകൾ, അപ്പോൾ അടുത്തുള്ള ഒരു കടക്കാരൻ പറഞ്ഞത് ഇവരെ പെട്ടെന്ന് ചാടി തലയൊന്ന് ഉയർത്ത് നോക്കി പിന്നെ നിശബ്ദരാകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ അടുത്തുള്ള മലയാളികൾ തന്നെ നടത്തുന്ന കടയിലുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഭീകരമായിരുന്നു അവസ്ഥ. ഒരുപാട് ആളുകൾ ഇതിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെട്ട ആളുകൾ അതേ ക്യാമ്പിൽ തന്നെ വസിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ പുറത്ത് നിന്ന് കരയുന്ന ഒരവസ്ഥ. ഇതിലകപ്പെട്ട ശ്രീഹരി എന്ന ആളിൻ്റെ അച്ഛൻ ആ ക്യാമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അത്രത്തോളം മോശമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. വിവരിക്കാനാകാത്ത വിധം വളരെ ഭീകരമായൊരു അവസ്ഥയായിരുന്നു ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ തോതിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഏറ്റവും വലിയൊരു അപകടമായിരുന്നു ഈ അപകടം ഈ കുവൈറ്റിൽ സംഭവിച്ച ഈ അപകടം നടന്നത്. നാഗനാഥൻ, ഞാൻ വരാം. അത് തന്നെയാണ് പതിറ്റാണ്ടുകളായി ഈ പ്രവാസി ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത വിധമുള്ളൊരു വലിയ ദുരന്തമാണ് കാണാനായത്. നമ്മളിപ്പോൾ ആ വലിയ തീപിടുത്തമാണ് കണ്ടത്. ആ തീപിടിച്ച വലിയ ബിൽഡിങ്ങിന് അടുത്തേക്ക് പോയ മലയാളികളായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അതിൽപ്പെട്ടയാളാണ് നമ്മളോടിപ്പോൾ സംസാരിച്ച ലോക കേരള സഭാംഗമായിട്ടുള്ള നാഗനാഥൻ. ഞാൻ മന്ത്രിയിലേക്ക് ഒരിക്കൽ കൂടി, നേരത്തെ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു, ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് സൂചിപ്പിച്ചു. അതിനിടയിലാണ് നമ്മൾ പിടിച്ചിരുത്തി സംസാരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇതുകൂടി സംസാരിച്ചുകൊണ്ട് താങ്കളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് വിടുകയാണ്. അതായത് ഈ ലോക കേരള സഭ നടക്കുന്നൊരു സമയമാണ്. അതിൻ്റെ ഉദ്ഘാടനവും അത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. അത് വളരെ ശരിയായ തീരുമാനമാണ്. നാളത്തെ രാവിലത്തെ ഷെഡ്യൂളുകളും മാറ്റുന്നു. പക്ഷേ ഓരോ മേഖല തിരിച്ച് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ പ്രതിനിധികൾ വന്നിട്ടുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങൾ ഓരോ സെഷനിലും അവതരിപ്പിക്കാനുള്ള അവസരമാണ്. നമ്മുടെ നിയമസഭ പോലെ തന്നെ ഒരു ജനാധിപത്യ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ നിലയിലുള്ള സെഷനുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി നമ്മളൊരു ലോക കേരള സഭയുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നാളെ പോകുമ്പോൾ, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോകുമ്പോൾ, ഈ വിഷയം അത്രമാത്രം ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കപ്പെടേണ്ടല്ലേ? പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള സുരക്ഷിത പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ടാകാം. ഇതടക്കം ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ പലയിടത്തും പല തോതിൽ ലേബർ ക്യാമ്പുകളുടെ സ്ഥിതിയൊക്കെ കുറേയേറെ മാറിയിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയും സത്യത്തിൽ നോക്കിയ മിനിസ്റ്റർ അവർ പറയുന്നൊരു കാര്യം, ഇപ്പോൾ 196 പേരാണ് ഈ വലിയ ബിൽഡിങ്ങിലുണ്ടായിരുന്നത്. പക്ഷേ ചട്ടവും നിയമവും നോക്കിയാൽ 196 പേരെ പാർപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം. ഇന്നലെ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി അവിടെ വന്നപ്പോൾ ഏറ്റവും അധികം ഈ സ്ഥലം ഉടമയോട്, ഈ കെട്ടിട ഉടമയോട് അങ്ങേയറ്റം രൂക്ഷമായി സംസാരിച്ചതും ഈ വിധത്തിലാണ്. ഇത്രയും അധികം ആളുകൾ എങ്ങനെ താമസിക്കുന്നു, അത് ഈ കെട്ടിടത്തിൻ്റെ ഉടമ എന്ന നിലയിൽ നിങ്ങൾ അറിയേണ്ടതല്ലേ എന്ന നിലയിലാണ് ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ സുരക്ഷിതത്വം പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ ലോക കേരള സഭ അഭിസംബോധന ചെയ്യണ്ടേ? അത് പരിശോധിക്കണ്ടേ? ആ നിലയിലേക്ക് അത് മാറുമോ? അല്ല, തീർച്ചയായിട്ടും ശരത്ത്, ഈ ലോക കേരള സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നാളെ നടക്കേണ്ട ചർച്ചകളിൽ ഏറ്റവും പ്രധാനം 8 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകളാണ്. അതിന് പുറമെ 7 മേഖലാ തലത്തിലുള്ള ചർച്ചകളാണ്.
ഈ ചർച്ചകളിലെല്ലാം ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകളും സാഹചര്യങ്ങളും തന്നെയാണ്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട KV അബ്ദുൽ ഖാദറിനെ, പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനെ ഈ ചർച്ചയിൽ കാണുന്നുണ്ട്. അദ്ദേഹം തന്നെ മോഡറേറ്ററായിട്ടുള്ള സുസ്ഥിര പുനരധിവാസത്തിൻ്റെ നൂതനാശയങ്ങളെക്കുറിച്ച് നാളെ ഒരു പ്രധാനപ്പെട്ട സെഷൻ ഇതിൽ ചർച്ച ചെയ്യുകയാണ്. വിദേശ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളും മലയാളി പ്രവാസവും ഒരു പ്രശ്നമായിട്ട് ഈ സഭയിൽ ചർച്ച ചെയ്യുകയാണ്. നവതൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും പ്രവാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന പ്രശ്നം അവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാസികളായിട്ടുള്ള മലയാളികളോട് ഇത്രമേൽ ആദരവ് പുലർത്തുന്ന ഒരു സഭ കേരളത്തിലെ നിയമസഭാംഗങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ, ഇന്ത്യക്കകത്തും പ്രവാസം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ കേരളത്തിൻ്റെ നിയമസഭ പോലെ രൂപീകരിക്കപ്പെട്ട ലോക മലയാളത്തിൻ്റെ സഭയായിട്ടുള്ള ലോക കേരള സഭയിൽ ഇരുത്താനും വിവിധങ്ങളായ തലങ്ങളിലുള്ള അവരുടെ പ്രശ്നങ്ങൾ 15 ഗ്രൂപ്പുകളായി ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിൽ കേരളത്തിന് കണ്ടെത്താവുന്ന സൊല്യൂഷനുകൾ കണ്ടെത്തി കേരളം ആർജിച്ചെടുക്കേണ്ട നടപടികളെടുത്ത് ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങൾ നൽകിയാണോ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനാവുക അത് ചെയ്യണം എന്നുള്ള പ്രശ്നം. ഇപ്പോൾ നാളെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും. വളരെ പ്രധാനമായും കണ്ടെത്തേണ്ട ഒരു പ്രശ്നമായി മാറുന്നതാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവാസത്തിൻ്റെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു മലയാളത്തിൻ്റെ മാറ്റത്തിൽ അവർ വഹിച്ച പങ്കുകളെ സ്മരിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണ് ലോക കേരള സഭ. അതല്ലാതെ അത് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ആഘോഷത്തിൻ്റെയോ ആർഭാടത്തിൻ്റെയോ വേദിയല്ല. ഏറ്റവും അടിസ്ഥാനപരമായി ലോകത്തോളം വളർന്ന മലയാളത്തിൻ്റെ പ്രശ്നങ്ങളെ സവിസ്തരം ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ട് അതിലെന്തൊക്കെ ആണോ ഗവൺമെൻറ് ചെയ്യേണ്ടത്, ലോകം പടർന്നു കിടക്കുന്ന ഒരു സഭയായി അത് പടർന്ന് അത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യും. ആ പ്രശ്നങ്ങളിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. ലോകരാജ്യങ്ങളുമായി കേരളം നോർക്ക ഉൾപ്പെടെയുള്ള ഏജൻസികളിലൂടെ ബന്ധപ്പെടും. അവരുടെ സുരക്ഷ ഉറപ്പാക്കും. തിരിച്ചു വരുന്നവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. ഇത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. ആർഭാടങ്ങളൊന്നുമില്ലാതെ അക്കാര്യങ്ങൾ മാത്രം തീർച്ചയായിട്ടും ലോക കേരള സഭയിൽ ഇത്തവണയും ചർച്ചയ്ക്ക് വിധേയമാകും എന്നുള്ളതാണ്. ശരത്തിനറിയാവുന്നതാണ് ആ കാര്യങ്ങൾ. ആ വിധത്തിൽ തന്നെ ആണതുള്ളത്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളിൽ എടുത്ത നിലപാടുകളൊന്ന് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കും. പക്ഷേ അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുറ തെറ്റാതെ, വരി തെറ്റാതെ, ഏതെങ്കിലും കുറവില്ലാത്ത വിധം അതിശക്തമായ ഏകോപനവും സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതുപോലൊരു ഗൗരവപ്പെട്ട പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ സംസാരിച്ചതിനും ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഈ പ്രവാസികളോട് എങ്ങനെ ആവണം, എങ്ങനെ ആകും എന്നതടക്കം ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചതിന് താങ്കൾ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇതാ വന്നു കഴിഞ്ഞു. നാളെ ഉച്ചവരെയുള്ള ലോക കേരള സഭയുടെ നടപടിക്രമങ്ങൾ എല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. നാളെ പുലർച്ചയോടുകൂടി മന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ നന്ദി ശ്രീ രാജൻ ഞങ്ങളോട് സഹകരിച്ച് താങ്കൾ എറണാകുളത്തേക്ക് പോകുന്നു എന്നറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രീ KV അബ്ദുൽ ഖാദറും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ച ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക കൂടിയാണ്. മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക കേരള സഭയുടെ നാളെ ഉച്ചവരെയുള്ള സെഷനെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഓരോ സെഷനിലും ഉയർന്നു വരുന്നത് ഇപ്പോൾ ഈ വിധം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ട് അവതരിപ്പിക്കാനും ഒരു സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ വിധത്തിൽ ഇടപെടാം, അതുപോലെ തന്നെ നമ്മുടെ ശക്തമായ പ്രവാസി നേതൃത്വങ്ങളെ കൊണ്ട്, വ്യക്തിത്വങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ ഇടപെടിക്കാം എന്നൊക്കെയാണ്. വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് ഓരോ മേഖലയിലുമുള്ളത്. അത് ഗൾഫ് മേഖലയിലെ പ്രശ്നമായിരിക്കില്ല യൂറോപ്പിൻ്റേത്, അതായിരിക്കില്ല വടക്കേ അമേരിക്കയുടേത്. അങ്ങനെ ഓരോ മേഖലയുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നിലയിൽ വരുമ്പോൾ ഇതിന് വലിയൊരു പരിഗണന ഉറപ്പായും ഈ പശ്ചാത്തലത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ നിലയിലാണ് ഇന്നിപ്പോൾ റവന്യൂ മന്ത്രി ന്യൂസ് ആൻഡ് വ്യൂസിൽ ഈ കാര്യങ്ങളാകെയും സംസാരിച്ചത്. ശ്രീ KV അബ്ദുൽ ഖാദറിലേക്ക് നേരത്തെ മന്ത്രി താങ്കളുള്ള കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എന്ന നിലയ്ക്ക് കൂടി ചർച്ചയിലേക്ക് താങ്കൾ വരുമ്പോൾ താങ്കളുടെ അറിവിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ അവിടെ എന്താണ്? അവിടെ നിന്ന് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ, സംഘടനകൾ ഇവരൊക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ KV അബ്ദുൽ ഖാദർ. കുവൈറ്റ് ദുരന്തം നമ്മുടെ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ്. പ്രവാസി മലയാളികളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ആൾനാശം ഉണ്ടായ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല.
ഈ ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് ഇടപെടുകയുണ്ടായി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നോർക്കയ്ക്ക് നിർദ്ദേശം നൽകുകയും എംബസിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വിവിധ സംഘടനകളെ കോർഡിനേറ്റ് ചെയ്യാനും നോർക്കയ്ക്ക് കഴിഞ്ഞു. അതുവഴി നമ്മുടെ മലയാളി സംഘടനകളെല്ലാം തന്നെ ഏതാണ്ട് ഒറ്റക്കെട്ടായി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അവിടുത്തെ 4 ആശുപത്രികളിലും ഇടപെടുകയും പരിക്കേറ്റവരെ സഹായിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തു. ഇതിനകം 24 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മലയാളികളുടെ ടോട്ടൽ മരണസംഖ്യ നമ്മൾ അറിഞ്ഞതാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഫലപ്രദമായിട്ട് ഇടപെട്ടു എന്ന് പറയാം. വിദേശകാര്യമന്ത്രി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തുകയും ആശുപത്രി സന്ദർശനം നടത്തുകയും ചെയ്തു. അവിടുത്തെ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി. നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ കുവൈറ്റിലേക്ക് പോയിരിക്കുകയാണ്. ആ തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും നോർക്കയും അതുപോലെ തന്നെ മലയാളി സംഘടനകളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തി. മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനം അവിടെ എത്തി. അത് അധികം വൈകാതെ തന്നെ പുറപ്പെടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. റൈറ്റ്, അത്തരം വിവരങ്ങളുണ്ട്. നാളെ പുലർച്ചയോടുകൂടി തന്നെ കൊച്ചിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഞാൻ ശ്രീ കെ വി അബ്ദുൽ ഖാദർ താങ്കളിലേക്ക് വരാം. ജമാൽ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം, നാഗനാഥനും ഉണ്ട്. ജമാൽ, ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഇത്ര വലിയൊരു തീപിടുത്തമുണ്ടായത്, വൻ ദുരന്തമുണ്ടായത് എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മലയാളിയുടെ കമ്പനിയാണ്. ഒട്ടേറെ മലയാളികൾ മരിച്ചവരിൽ തന്നെ ആകെ ഇന്ത്യക്കാരിൽ മരിച്ചവരിലേറെയും മലയാളികളാണ് എന്ന പ്രശ്നം വരുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ അവിടെ തങ്ങാവുന്നതിലധികം ആളുകൾ തങ്ങിയ ഒരു കെട്ടിടമെന്നൊരവസ്ഥ ഉണ്ട് എന്ന് പ്രവാസികൾ തന്നെ പറയുന്നുണ്ട്. ഏത് നിലയ്ക്കാണ്, ഈ കമ്പനി പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് പറയുന്നു. അതേസമയം രാവിലെ മുതലൊക്കെ ഇന്നലെ മുതലൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പാചകവാത സിലിണ്ടറുകൾ കൂട്ടത്തോടെ ശേഖരിച്ച് അതിൻ്റെ ബേസ്മെൻറ്റിലാണ് വെച്ചിരുന്നത്. അതും ഒക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ബേസ്മെൻറ്റ് ആ നിലയിൽ കിച്ചണായിട്ടും മറ്റും അടുക്കളയായിട്ടും മറ്റും ഉപയോഗിച്ചിരുന്നിരിക്കാം. ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പുതിയ വാർത്തയായും വരുന്നുണ്ടല്ലോ ജമാൽ. ആ കാര്യങ്ങളാകെ ആ പ്രശ്നത്തിൽ അപകട കാരണത്തെ സംബന്ധിച്ച് ഉയരുന്ന പൊതുവായ ചിന്തകൾ എന്താണ്? അന്വേഷണത്തിൽ നമുക്കൊക്കെ ലഭിക്കുന്ന വിവരം എന്താണ്? അന്വേഷണം നടക്കുന്നൊരു ഘട്ടമാണല്ലോ. ശരത്ത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ സ്ഥലം സന്ദർശിച്ച കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഫഹദ് യൂസഫ് വ്യക്തമാക്കിയ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ്. അതായത് ഈ കെട്ടിടത്തിൽ നിയമലംഘനം അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രി തന്നെ വ്യക്തമാക്കി. ജമാൽ, അതിനെ ഒന്ന് ക്ലിയറായി നമ്മൾ എടുത്താൽ, കെട്ടിട ഉടമ എന്ന് പറയുന്നത് സ്വദേശിയാണ്. അവിടെ ആ കെട്ടിട ഉടമയിൽ നിന്ന് ആ കെട്ടിടം എടുത്തിരിക്കുന്ന KG എബ്രഹാമിൻ്റെ NBTC എന്ന കമ്പനിയാണ്. ആ കമ്പനിയിലെ ജീവനക്കാരാണ് അവിടെ താമസിപ്പിച്ചിരുന്നത്. ഞാൻ ആ പറഞ്ഞ നമ്പർ 196 ആളുകൾ എന്ന് വെച്ചാൽ ഈ സ്ഥലം വിട്ടുകൊടുത്ത സ്വദേശിയുടെ അത്യാഗ്രഹമാണ് ഇത്രയധികം ആളുകളെ താമസിപ്പിക്കുന്ന വിധത്തിലേക്ക് ആ ക്യാമ്പ്, ആ പ്രദേശം അത് മാറിയത്. ഇത്രയും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. അത് ചട്ടപ്രകാരം വിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ? തീർച്ചയായും 196 ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം 6 നില കെട്ടിടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. കാരണം 4 ബ്ലോക്കുകളാണ് ഒരു ഫ്ലോറിൽ ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഫയർ എക്സിറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫയർ അലാം തുടങ്ങിയ സംവിധാനങ്ങൾ കൃത്യമായി ഒരുപക്ഷെ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഇന്നലത്തെ ഈ ദുരന്തത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു അപകടമുണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് സംബന്ധിച്ച ഒരു സജ്ജീകരണങ്ങളോ ഒന്നും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 4മത്തെയും ഈ മരിച്ചവരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവർ താമസിച്ചിരുന്നത്, പ്രധാനമായും മലയാളികൾ, ഈ അപകടത്തിൽ മരിച്ച മലയാളികളൊക്കെ പലരും കെട്ടിടത്തിൽ നിന്ന് ചാടിയാണ് മരണപ്പെട്ടത്. 4മത്തെയും 5മത്തെയും ഫ്ലോറുകളിൽ ഉറങ്ങിക്കിടങ്ങിരുന്ന ആളുകളാണ് പലരും. ഇവർ പ്രാണരക്ഷാർത്ഥം ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് തീയും പുകയും ഒക്കെ കാണുന്നത്. പരിഭ്രാന്തരായി ചാടുകയല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ തീയും പുകയും കാണുമ്പോൾ
താഴേക്ക് ചാടി അങ്ങനെ ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷപ്പുക ശ്വസിച്ച് ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ 21 ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഇത് പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെസ്സായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ ആളുകൾക്ക് ഈ 190 ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള മെസ്സ് സംവിധാനമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇതിനൊന്നും കൃത്യമായ അനുമതിയില്ല. മാത്രമല്ല ഈ ഗൾഫിലെ സാഹചര്യം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ലൈൻ പൈപ്പുകളാണ്, ഗ്യാസിന്റെ ലൈനുകളാണുള്ളത്, പൈപ്പുകളാണുള്ളത്. ഇവിടെ ഈ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിൽ ഉപയോഗിക്കാൻ അനുമതിയില്ല. അത് പല സ്ഥലങ്ങളിൽ പല കെട്ടിടങ്ങളും നിയമവിരുദ്ധവുമാണ്. ഇതൊക്കെ മറികടന്നാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആളുകളെ താമസിപ്പിച്ചിരുന്നത്. ഈ 176 ആളുകളാണ് ഏതാണ്ട് ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. 19 ആളുകൾ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നു എന്നത് കുറച്ചുകൂടി അപകടത്തിന്റെ തോത് കുറച്ചു എന്ന് പറയാം. പക്ഷെ അങ്ങനെ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. തീർച്ചയായും അതുകൊണ്ടാണ് ഈ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ സ്വദേശിയായിട്ട് കൂടി ആ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്തു, കാവൽക്കാരനെ അറസ്റ്റ് ചെയ്തു. മാത്രവുമല്ല സമാനമായ രീതിയിൽ നിയമലംഘനം നടന്നിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരിശോധനകൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാകും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ കുവൈത്തിൽ നിന്ന് പർവാനിയയിൽ നിന്ന് അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ, മരിച്ച മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ എംബാമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് മാറ്റും. അവിടെ നിന്ന് വ്യോമസേനയുടെ ഇന്ത്യയുടെ വിമാനം എത്തുന്ന മുറക്ക് ഈ വിമാനത്തിലേക്ക് മാറ്റും. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ കുവൈത്തിൽ സമയം അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ വിമാനം കുവൈത്തിൽ നിന്ന് പുറപ്പെടും. കുറച്ച് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. റൈറ്റ്. ആ ക്രമീകരണങ്ങളെ കുറിച്ചാണ് ജമാൽ ഇപ്പോൾ സൂചിപ്പിച്ചത്. ജമാൽ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കമ്പനിയുടെ വിശദീകരണം, അവരുടെ ഒരു പ്രാഥമിക വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയതൊക്കെ നമ്മൾ രാവിലെ വാർത്തയിലൊക്കെ സംസാരിച്ചപ്പോൾ ജമാൽ സൂചിപ്പിച്ചു. അതായത് അപ്പോൾ കാണാതായവരെ കുറിച്ചൊക്കെ മറ്റുമാണ് ആ വാർത്താക്കുറിപ്പ് പറഞ്ഞത്. NTBC എന്ന കമ്പനി, NBTC എന്ന കമ്പനി ഇതേക്കുറിച്ച് കമ്പനിയുടേതായ, കാരണം കമ്പനിയിലെ ജീവനക്കാർ തൊഴിലാളികളാണല്ലോ അവിടെ താമസിക്കുന്നത്, അങ്ങനെ അത്രയും അധികം ആളുകളെ അവിടെ താമസിപ്പിച്ചത് ഒരു കാര്യമാണ്, ഒരു പ്രശ്നമാണ്. പക്ഷേ അതിന് ആ സ്ഥലം ഉടമയും കൂടി ആ നിലയിൽ ആവട്ടെ എന്ന് കണ്ണടച്ചിട്ടുണ്ടാകാം. നിയമവിരുദ്ധ നടപടികളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കമ്പനി എന്തു പറയുന്നു? കമ്പനിക്കും സത്യത്തിൽ ഒരർത്ഥത്തിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം 196 ആളുകളെ ഇത്തരത്തിലൊരു കെട്ടിടത്തിൽ നിന്ന് താമസിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം കമ്പനിക്കുമുണ്ട്. കെട്ടിട ഉടമയെ മാത്രം സ്വദേശിയുടെ ജീവനക്കാരല്ലല്ലോ, ആ സ്വദേശിയുടെ തൊഴിലാളികളല്ലല്ലോ, ആ കമ്പനിയുടെ തൊഴിലാളികളല്ലേ? തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കമ്പനിയുടെ തൊഴിലാളികളെ ഇത്തരം ഒരു കെട്ടിടത്തിൽ താമസിപ്പിക്കുമ്പോൾ കമ്പനിക്കും കൂടി ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. തൊഴിലാളികൾ കൃത്യമായ സുരക്ഷയുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ താമസ സ്ഥലം ഒരുക്കുക എന്നത് കമ്പനിയുടെ കൂടി ബാധ്യതയാണ്. അത് പാലിക്കുന്നതിൽ കമ്പനിക്ക് കൂടി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പനി ഇതിനു ശേഷം ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായവും നൽകും, അതുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ താൽക്കാലികമായി ഇപ്പോൾ നഷ്ടപരിഹാരം നൽകും. ഒപ്പം അവരുടെ ആശ്രിതർക്ക് ജോലി നൽകും, മറ്റ് ആനുകൂല്യങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടം സംബന്ധിച്ച ഒരു വിശദീകരണം കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അത് ഈ സെക്യൂരിറ്റി ക്യാബിനിൽ നിന്ന് തീ പടർന്നതാണ്. സെക്യൂരിറ്റി ക്യാബിനിൽ തീ പടർന്നു, അത് ഷോർട്ട് സർക്യൂട്ടിന് വഴിയൊരുക്കി. അത് പിന്നീട് ഇവിടെ സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറിലേക്ക് പടർന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരം വരും ദിവസങ്ങൾ മാത്രമേ ഈ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും. ജമാൽ, ഒരു കാര്യം കൂടി, ഈ കമ്പനിയുടെ ചുമതലപ്പെട്ടവർ, ഈ കമ്പനി പൂർണ്ണമായും KG എബ്രഹാമിന്റെ കമ്പനിയാണോ? KGS ഗ്രൂപ്പ്, KG എബ്രഹാമിൻ്റെതാണോ ഈ കമ്പനി, NBTC എന്ന് പറയുന്ന ഈ കമ്പനി? ഈ കമ്പനിയുടെ ചുമതലപ്പെട്ടവർ ആരെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കുവൈറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലോ മറ്റോ ഉണ്ടോ? അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും കുവൈത്ത് പോലീസ് നടത്തിയിട്ടില്ല. കാരണം കമ്പനി KG എബ്രഹാമിൻ്റെതാണെങ്കിൽ പോലും അതിൽ സ്വദേശി പൗരന്റെ ഒരു റോള് കൂടിയുണ്ട്. കാരണം ഇത് 49-51 എന്ന ശതമാനത്തിലാണ്. സ്വദേശി പൗരന്റെ പേരിലായിരിക്കണം ഒരുപക്ഷെ ഈ കമ്പനി. കാരണം മാനേജിംഗ് പാർട്ണർ എന്ന രൂപത്തിലാണ് KG എബ്രഹാം ഈ കമ്പനിയിൽ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് സ്വദേശി പൗരന് കൂടി ഒരു പ്രാതിനിധ്യം, ഒരു പങ്കാളിത്തം ഈ കമ്പനിയുണ്ട്. 51%, ഇവിടെ ഈ നിയമം അനുസരിച്ച് 51% ഈ സ്വദേശി പൗരനായിരിക്കും. 49% KG എബ്രഹാമിനുള്ളത്.
ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടപടികൾ അല്ലെങ്കിൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഇപ്പോൾ സർക്കാർ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ നാടുകളിൽ. ശരി. ഞാൻ ജമാലിലേക്ക് വരാം. ജമാൽ, അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ മിനിറ്റിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ മന്ത്രി അത് സൂചിപ്പിച്ചു, ഇപ്പോൾ ശ്രീ കെ.വി. അബ്ദുൽ ഖാദർ അത് സൂചിപ്പിച്ചു. ഞാൻ നാഗനാഥൻ, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇന്നലെ രാവിലെ ഈ വിവരമറിഞ്ഞ് എത്തിയ മലയാളികളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് താങ്കൾ. ഇപ്പോൾ ലോക കേരള സഭ അംഗമായി തിരുവനന്തപുരത്ത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നു നിൽക്കുന്ന ആളുകൂടിയാണ്. ഇവിടെ ഈ വിഷയത്തിൽ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആളുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുമ്പോൾ നിയമവിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്തത് എന്നുള്ളതും ഇങ്ങനൊരു വലിയ അപകടം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി മാറി എന്ന് അവിടെ താമസിക്കുന്ന ആളുകൾ, ഇത് നേരിട്ട് മനസ്സിലാക്കിയ ആളുകൾക്കൊക്കെ ഒരു വലിയ പരാതിയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നുള്ളത് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. പല അഭ്യൂഹങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപകടമുണ്ടായി എന്നുള്ളതും ഇത്ര ദാരുണമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതുമാണ് ഇത് സംബന്ധിച്ച് എടുത്തു പറയേണ്ട വസ്തുത. ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ജമാൽ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്യാസ് സിലിണ്ടറാണ്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണ്. ഇപ്പോൾ ഇതൊക്കെ തന്നെ അന്വേഷണത്തോട് മാത്രമേ നമുക്ക് കൃത്യമായ തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എന്തായാലും ആ മേഖലയിലുള്ള കുവൈറ്റ് അധികാരികളൊക്കെ തന്നെ വലിയ തോതിൽ അലേർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് പറയുമ്പോൾ ഈ കുവൈറ്റ് പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നടപടികളിലെ അറസ്റ്റ് അതിലൊരു സൂചന നൽകുന്നില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് കെട്ടിടമുടമയായിട്ടുള്ള സ്വദേശി അറസ്റ്റിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ അറസ്റ്റിലാണ് അങ്ങനെ വേഗത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയും വിധമുള്ള നിയമവിരുദ്ധ പണികൾ അവിടെ നടന്നു എന്ന് തോന്നിയതുകൊണ്ടല്ലേ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട്, ഈ കമ്പനി പറയുന്ന പോലെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ആ നിലയിലേക്കൊരു അതിവേഗ അറസ്റ്റിലേക്ക് പോകുമോ? അത് ടെക്നിക്കലായി സാങ്കേതികമായി തന്നെ പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ അതിവേഗ അറസ്റ്റിൽ തന്നെ ചില സൂചനകളോ ചില കാര്യങ്ങളോ ഇല്ലേ? അതെ, അത് നമുക്ക് തീർച്ചയായിട്ടും ആ സൂചന കിട്ടുന്നുണ്ട്. പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങിയ ഒരു സംഭവം ബഹുമാനപ്പെട്ട മന്ത്രി വളരെ പെട്ടെന്ന് തന്നെ സംഘമായി എത്തി ഈ കാര്യങ്ങൾ നോക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രഥമദൃഷ്ട്യാ ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ള 2 ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ അന്വേഷണം പിന്നാലെ നടക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ എക്സസായി താമസിക്കുന്ന സാഹചര്യം ചുരുക്കം ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഇപ്പം ഞാനും ഓയിൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രോജക്റ്റുകൾക്ക് ആളുകളുടെ റിക്വയർമെൻറ്റ് വ്യത്യസ്തമായി വരാറുണ്ട്. അപ്പോൾ മൊബിലൈസേഷൻ്റെ ടൈം പോലും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രൂ അവിടെ എത്തും, കൂടുതൽ ആളുകളെ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ഒരു അവസ്ഥയിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ 1-2 ദിവസത്തേക്കെങ്കിലും, ഇല്ലെങ്കിൽ ഒരു താൽക്കാലിക സെറ്റപ്പ് ഉണ്ടാക്കുന്നവരെ ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടാകുന്ന അവസ്ഥ ഒരുപക്ഷെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ തന്നെ നിയമ ലംഘനം തന്നെയാണെങ്കിലും ഈ ആവശ്യങ്ങളുടെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പൊതുവേ കുവൈറ്റിലെ തൊഴിൽ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. വളരെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് തൊഴിൽ നിയമങ്ങളിൽ. പക്ഷേ അത് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അവിടേക്കാണ് കൃത്യമായ രീതിയിൽ കുവൈറ്റ് അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടത്. ഇതുപോലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങളിലുണ്ടാകുന്ന കണ്ടിജൻസി അവസ്ഥയിൽ പോലും കൂടുതൽ ആളുകളെ അവിടെ കൊണ്ടുവരാൻ കഴിയാത്ത വിധം ഇതിൻ്റെ ഉടമകൾ തയ്യാറാകണമെന്നുകൂടി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും സ്ഥിതിവിശേഷം ഇത്രത്തോളം ആയി. കേരള സർക്കാർ വലിയ തോതിലുള്ള സഹായം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കലാ കുവൈറ്റിൻ്റെ പ്രസിഡന്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി രാവിലെ മുതൽ തന്നെ കലാ കുവൈറ്റിൻ്റെ പ്രസിഡൻറ്റും അതിനോടൊപ്പമുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു. അവർ ഈ സംഭവം മുഴുവൻ കഴിഞ്ഞ് വൈകുന്നേരം വരെയും ഇവരെ മുഴുവൻ ആളുകളെയും വിവിധ ഹോസ്പിറ്റലുകളിൽ 4ഓളം ഹോസ്പിറ്റലുകളിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവരൊക്കെ തന്നെ ആ ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ ഈ മൃതദേഹം എംബാം ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും എല്ലാ ഫർവാനിയ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരാകെ തന്നെ ഇതിൻ്റെ ബോക്സ് ലേബലിംഗ് അതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായി എനിക്കുള്ളത്.
അപ്പോൾ അത്തരത്തിൽ നടപടികൾ തീരാറായോ? എന്താണ് നാഗനാഥൻ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? അതെ, ഈ എംബാം നടപടികൾ പൂർത്തിയാകാറായി. അപ്പോൾ ഏകദേശം എല്ലാ ബോഡികളും, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 46 ശരീരങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ 21ഓളം ആളുകൾ മാത്രമാണ് മലയാളികളായി ഇപ്പോൾ ആദ്യ ബാച്ചിൽ വരുന്നത്. ബാക്കി ആളുകളൊക്കെ തന്നെ ഇതിന് ശേഷമുള്ള ചില പേപ്പറുകൾ കൂടി അവരുമായി ബന്ധപ്പെട്ട് റെഡിയാകേണ്ടതുകൊണ്ട് അടുത്ത ബാച്ചിൽ മാത്രമായിരിക്കും വരുന്നത് എന്നാണ് കുവൈറ്റിൽ നിന്നും മറ്റ് സുഹൃത്തുക്കൾ. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുണ്ട് എന്നൊരു പ്രശ്നമുണ്ടോ? അങ്ങനെയും വാർത്തകളിൽ കണ്ടിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുണ്ട്. അപ്പോൾ അവരെയൊന്നും യാതൊരു കാരണവശാലും, ഈ പുതിയതായി വന്ന ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊന്നും എല്ലാവർക്കും പരിചയമുണ്ടായില്ല. ചില പ്രത്യേക അടയാളങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇവരെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതുപോലും പറ്റാത്ത രീതിയിലേക്ക് ഉള്ള മൃതദേഹങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ DNA പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇനി വന്നിരുന്ന 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പൂർണ്ണമായ വിവരം കിട്ടും. ഇതുകൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം 60ഓളം ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ആശുപത്രി സൗകര്യം എങ്ങനെയുണ്ടാവും ആ മേഖലയിൽ? ആ മേഖലയിൽ വളരെ അടുത്ത് തന്നെ ആശുപത്രി സൗകര്യങ്ങളാണോ? നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തന്നെയാണ്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രവാസികൾക്ക് പ്രത്യേക ആശുപത്രികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ എമർജൻസി സിറ്റുവേഷനുകളിൽ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് ആളുകളെ കൊണ്ടുവരികയും എല്ലാവിധ സഹായങ്ങളും സർക്കാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ആശുപത്രികളിലേക്കാണ് പെട്ടെന്ന് ആളുകളെ മാറ്റുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സ. ഇതൊരു ആ രാജ്യം, ആ സർക്കാർ, കുവൈറ്റ് സർക്കാർ വളരെ ശക്തമായി തന്നെ അതിൽ തുടക്കത്തിൽ തന്നെ ഇടപെടുകയും ഒക്കെ വളരെ ശക്തമായി ഇടപെടുകയൊക്കെ ചെയ്ത് നമ്മൾ വാർത്തകളിൽ കണ്ടെടുത്തു. താങ്കളത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതൊരു ദേശീയ ദുരന്തം എന്ന നിലയിൽ തന്നെ കണ്ടുകൊണ്ട് അതിന് ആ അർത്ഥത്തിലുള്ള ഗൗരവമായ ഇടപെടലുകൾ, എല്ലാ സഹായങ്ങളും ചെയ്യൽ, ആ രീതിയിൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കൽ, അതുപോലെ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ആ നാടിൻ്റേതായിട്ടുള്ള, ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തൽ, ഇവിടെ നിന്ന് പോകുന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ, വ്യോമസേനയുടെ വിമാനം അവിടേക്ക് പുറപ്പെട്ടു. അപ്പോൾ മറ്റ് നടപടിക്രമങ്ങളുടെ തടസ്സങ്ങളൊന്നുമില്ലാത്ത വിധം അതിനൊപ്പം കുവൈറ്റ് സർക്കാരും അതിൻ്റെ നടപടികൾ ഒരു ദേശീയ ദുരന്തം കണക്കെ തന്നെ ഇതിനെ കണ്ട് പ്രവർത്തിച്ചു പോരുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും. സാധാരണ ഒരു അപകടമരണമുണ്ടായാൽ ഏകദേശം ഒരാഴ്ച വരെ ഇതിൻ്റെ പേപ്പർ ക്ലിയറൻസിനും അത് ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം, അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് ഒക്കെ തന്നെ ആയി ബന്ധപ്പെട്ട ഒരാഴ്ചയെങ്കിലും സമയമെടുക്കാറുണ്ട്. ഇത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതൊക്കെ ഈ നാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് തന്നെ സർക്കാർ എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള നോർക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അഭ്യർത്ഥിച്ചതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതും ഇതിൻ്റെ ഭാഗമായി ആശാവഹമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും പിന്നെ പ്രവാസി അസോസിയേഷനുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം. ശരി നാഗനാഥൻ, ഞാൻ വരാം. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ നമുക്കറിയാം പഴയ കാലം പോലെയല്ല, പ്രവാസികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിൻ്റെ കൂടി പ്രശ്നമാണ് എന്ന നിലയിലേക്ക് നമ്മൾ ഇടപെടുന്നു. അതിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ കഴിയും ആ നിലയിലൊക്കെയുള്ള സംവിധാനങ്ങൾ ഭരണപരമായി സർക്കാർ ടു സർക്കാർ എന്ന നിലയിൽ, ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന നിലയിൽ, വ്യക്തികൾ എന്ന നിലയിൽ ആ സർക്കാരുകളിലേക്ക് ഇടപെടാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളൊക്കെ അതിലിപ്പോൾ MA യൂസഫലിയൊക്കെ ആ നിലയിലൊക്കെ കേരളത്തിൻ്റെ ഇത്തരം പ്രവാസികളുടെ പല കാര്യങ്ങൾക്കും സർക്കാരുകൾക്ക് വേണ്ടിയും ഒക്കെ ഇടപെട്ട ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അവിടേക്കാണ് അത്തരം ചിന്തകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രവാസികളെയും ആ നിലയിൽ കേരളത്തിൻ്റെ ഈ പറഞ്ഞ പ്രക്രിയയിലേക്ക് കൊണ്ടുവരണം. ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ ആ നിലയിലാണ്. അങ്ങനെ ഒരു ലോക കേരള സഭ ആസൂത്രണം ചെയ്ത തീയതിയിൽ, ആ സമയത്താണ് ഇതുപോലെ പ്രവാസികളുടെ ജീവിതത്തിൽ അവരെ വലിയ തോതിൽ നടുക്കം, നാടിന് വലിയ ആഘാതമാകുന്ന ഒരു വലിയ ദുരന്തമുണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോക കേരള സഭ എന്നുള്ളത്, ഇപ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ താങ്കൾ എന്തു പറയും? എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന, നാളെ ഉച്ചവരെയുള്ള സെഷനുകളൊക്കെ മാറ്റിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ലോക കേരള സഭ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യാൻ നടക്കേണ്ടതുമുണ്ട്. എങ്ങനെയാകും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക? ഏത് നിലയിൽ ഏറ്റെടുക്കും? ലോക കേരള സഭ ചേരാനിരിക്കെയാണ് ഈ ദുരന്തമുണ്ടായത്. സംസ്ഥാന ഗവൺമെൻറ് ഈ ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ 13-ന് നടക്കേണ്ടിയിരുന്ന എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കുകയുണ്ടായി. ആദരസൂചകമായിട്ട് ആഘോഷ പരിപാടികളെല്ലാം, കലാപരിപാടികളെല്ലാം മാറ്റിവെച്ചു സംസ്ഥാന ഗവൺമെൻറ്.
അതോടൊപ്പം ലോക കേരള സഭാംഗങ്ങളായിട്ടുള്ളവർ അതത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടപെട്ടു. വ്യവസായികളായിട്ടുള്ള ശ്രീ യൂസഫ് അലി ആയാലും ശ്രീ രവിപിള്ളയായാലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ സ്വാധീനശേഷിയുള്ള ലോക കേരള സഭയുടെ ഭാരവാഹികൾ വളരെ ശക്തമായിട്ട് ഇടപെടുകയുണ്ടായി. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കാര്യങ്ങൾ ക്രമീകരിക്കാനും ക്രോഡീകരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ലോക കേരള സഭയുടെ വേദിയിൽ ഇത്തരമൊരു ദുരന്തം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നമുക്കറിയാം, ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും പതിനായിരക്കണക്കിന് ജീവനക്കാരും തൊഴിലാളികളുമുണ്ട്. അവരിൽ നല്ലൊരു പങ്ക് മലയാളികളുമാണ്. അപ്പം തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ സുരക്ഷിതത്വം തീർച്ചയായിട്ടും ഇത് ഈ കുവൈറ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ചയിൽ വരും. കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഭരണാധികാരികളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒരേപോലെയല്ല. പക്ഷേ ഇത്തരത്തിൽ കൂട്ടത്തോടെ ആളുകളെ പാർപ്പിക്കുന്ന ഇടങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇപ്പോൾ കുവൈറ്റിലെ ദുരന്തം നൽകുന്ന പാഠം എന്താണ്? അവിടെ ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായില്ല. എല്ലാവർക്കും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ ദുരന്തം അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മറ്റിടങ്ങളിൽ ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ദുരന്തം നമ്മുടെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. റൈറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയും വിധമുള്ള തിരുത്തൽ വേണ്ടതുകൂടിയുണ്ട്. ജമാൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞതും കൂടിയാണ്. എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയും, എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു താൽക്കാലിക തിരുത്തൽ നടപടികളുമായി ഉടനെ എല്ലാവരും കൂടി ഇറങ്ങും, എല്ലാം വീണ്ടും പഴയപടി എന്ന് പറയുന്ന ചില ചിന്തകൾ നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ വിദേശത്തായാലും പ്രവാസികളുടെ കാര്യത്തിലായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ആളുകളിൽ തോന്നിപ്പിക്കാവുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് പാർപ്പിക്കാവുന്നതിലും അധികം ആളുകളെ പാർപ്പിച്ചു. അതുപോലെ തന്നെ ഈ ബേസ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത് എന്ന നിലയിൽ തന്നെ ഉള്ളതാണ് എന്നും അവിടെ ഈ പാചകവാതക സിലിണ്ടറുകൾ ശേഖരിച്ചു വെച്ചു എന്നും ഒക്കെ പറയുന്ന തരം പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പലതരത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ഗൾഫ് മേഖലയിലെ ഏറ്റവും അധികം ലേബർ ക്യാമ്പുകളുള്ളൊരു പ്രദേശത്ത് എന്ത് പാഠമാണ്, എന്ത് തരത്തിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്? അത് ഒരു കുവൈറ്റിൻ്റെ മാത്രം പ്രശ്നവുമല്ലല്ലോ. ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഈ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഈ സമാനമായ ഒരു സാഹചര്യം കാണാറുണ്ട്. ഇത് ഒരർത്ഥത്തിൽ സർക്കാരിന്റെ മാത്രം പ്രശ്നമല്ല. സർക്കാർ ആവർത്തിച്ച നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകും. പലപ്പോഴും ലേബർ ക്യാമ്പുകളിലും ഇത്തരം താമസ സ്ഥലങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാകും. ആ പരിശോധന നടക്കുമ്പോൾ ഫൈൻ അടച്ച് തൽക്കാലം ഈ കെട്ടിട ഉടമകൾ അല്ലെങ്കിൽ ഈ നടത്തുന്ന ആളുകൾ രക്ഷപ്പെടുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ ജീവനക്കാരുടെ ഉള്ള കമ്പനി ഉടമകളുടെ ബാധ്യത കൂടിയാണ്. മിക്ക സ്ഥലങ്ങളിലും കമ്പനി ഉടമകൾ ഈ വിസ നൽകുമ്പോൾ അതിൽ പറയുന്നത് ഈ താമസ സൗകര്യം ഏർപ്പെടുത്തും, സ്റ്റാഫ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷെ പിന്നീട് നൽകുന്ന സ്റ്റാഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു മുറിയിൽ തന്നെ 4, 5, 6, 8 പേരുമൊക്കെ ഒരു ചെറിയൊരു 12 അടി വീതിയുള്ള ഒരു മുറിയിൽ 4, 8 ആളുകളൊക്കെ താമസിക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിലൊക്കെ നേരിട്ട് കാണുന്നതാണ്. ബങ്കർ ബെഡ് എന്നാണ് ഇവിടെ പൊതുവെ പറയാ. ഒരു 2, 3 നിലയുള്ള ചെറിയ കട്ടിലിൽ ഒരു കട്ടിലിന് മുകളിൽ വേറൊരു കട്ടിൽ തട്ടായിട്ട് ഉള്ള റെയിൽവേ കമ്പാർട്ട്മെന്റുകളൊക്കെ കാണുന്ന അത് മിക്ക പ്രവാസികളും നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ ബങ്കർ ബെഡുകളിൽ ജീവിതം ഹോമിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് മതിയായ ശുചീകരണ മുറിയോ ബാത്റൂമുകളോ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കില്ല, വെന്റിലേറ്റർ കാര്യമായി ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ ഈ കമ്പനി ഉടമകൾക്കും മിക്ക ആളുകൾക്കും ഒക്കെ അറിയാം. ഈ ചെറിയ ലാഭത്തിന് വേണ്ടി തൊഴിലാളികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു ഒരു സംവിധാനം ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്.
ഇതിന് അധികൃതരല്ല ഒരു പ്രധാനപ്പെട്ട കുറ്റക്കാർ, അല്ലെങ്കിൽ സർക്കാരല്ല, മറിച്ച് ഈ ജീവനക്കാരുടെ ജോലി ചെയ്യുന്ന കമ്പനി കൂടി ഉത്തരവാദപ്പെട്ടതാണ്. പലപ്പോഴും ഈ പല തരത്തിലുള്ള മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ വിവിധ മന്ത്രാലയങ്ങളുടെ, തൊഴിൽ മന്ത്രാലയത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ കർശനമായ പരിശോധനകൾ മിക്ക ലേബർ ക്യാമ്പുകളിൽ നടക്കാറുണ്ട്. ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് കുറെയൊക്കെ ഭേദപ്പെട്ട ഒരു സൗകര്യം തൊഴിലാളികൾക്ക് കിട്ടുന്നത്. ഈ പരിശോധനയോ അല്ലെങ്കിൽ കർശനമായ നിയമങ്ങളോ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിഭീകരമാകുമായിരുന്നു ഈ തൊഴിലാളികളുടെ ഒക്കെ ഒരു ജീവിത സാഹചര്യം. അവർ ജീവിക്കുന്ന ഇടങ്ങളൊക്കെ അത്തരത്തിലേക്ക് ചെറിയ ലാഭത്തിന് വേണ്ടിയൊക്കെ മാറുമായിരുന്നു. പക്ഷെ ഇത് നൽകുന്ന ഒരു പാഠം ഏതായാലും ഇനി കൂടുതൽ മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. ഇന്നലെ കുവൈത്ത് ആഭ്യന്തരമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈത്തിലെ ഈ താമസ സ്ഥലങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തണം. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഈ താമസവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കുവൈത്തിൽ മാത്രം പക്ഷെ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണമെന്നില്ല. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ബഹ്റൈനിലും അതുപോലെ UAE-യിലും ഖത്തറിലും സൗദിയിലും ഒമാനിലും ഒക്കെ ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ നിർബന്ധിതരാകും എന്ന കാര്യം ഉറപ്പ്. അക്കാര്യം കമ്പനി ഉടമകൾ കൂടി മനസ്സിലാക്കിയാൽ ഈ വിവിധങ്ങളായ കമ്പനികൾ നടത്തുന്ന അത് മലയാളികളുടെ നേതൃത്വത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലുണ്ട്, മറ്റ് വിവിധ രാജ്യക്കാരുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ട്. ഇവർ കൂടുതൽ മനസ്സിലാക്കിയാൽ തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷയുള്ള ഒരു താമസ ഇടം ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ വിവരമറിഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി അതിവേഗം അവിടെ എത്തി അവിടുത്തെ മലയാളികൾക്ക് ചികിത്സയും മറ്റു കാര്യങ്ങളുമൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. നെടുമ്പാശ്ശേരിയിൽ അവരെത്തിയതും അവിടെ നിന്ന് മാധ്യമങ്ങളെ കണ്ടതുമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം, അവർക്ക് അവിടേക്ക് പോകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അങ്ങോട്ടേക്ക് പോകാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാനാവാതെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ തുടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. വളരെ ഗുരുതരമായൊരു കാര്യമുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ സാഹചര്യത്തിൽ വേണ്ടത്ര സഹായം അവിടെയുള്ള ഇന്ത്യക്കാർക്ക്, മലയാളികൾക്ക് ഒക്കെ ചെയ്തു കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇത്തരം തരംതാണ രാഷ്ട്രീയമാണ് അതിൽ പ്രയോഗിക്കുന്നതെങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് അവിടുത്തെ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ഈ ദുരന്തമുഖത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത് അങ്ങേയറ്റം അപലപനീയമാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റായ സമീപനം കേരളത്തോട്. ഏറ്റവും അധികം മലയാളികളാണ് ഈ പ്രശ്നത്തിൽ അവിടെയുണ്ടായി വലിയ ദുരന്തത്തിൽ മരണപ്പെട്ടത് എന്നതുകൂടി കാണാൻ ഒരു സർക്കാരിന്, ഒരു കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വത്തോടെ പെരുമാറേണ്ട ഒരു ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം മോദി സർക്കാർ നിറവേറ്റിയിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതായി വരും. വന്ന പുതിയ വിവരം അതാണ്. ആരോഗ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാന പ്രകാരം കുവൈറ്റിലേക്ക് പോകാനെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്നു. അവിടെ നിന്ന് പക്ഷേ അവർക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പോകാനാവാതെ അവിടെ വിമാനത്താവളത്തിൽ തുടരുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാനത് പ്രേക്ഷകരെ അറിയിക്കുന്നു. മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്രം അനുമതി നൽകിയില്ല എന്നുള്ളതാണ്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നിപ്പോൾ രാത്രിയിൽ കൊച്ചിയിലേക്ക് തിരിക്കുന്നു, എറണാകുളത്തേക്ക് പോകുന്നു എന്ന വിവരവും വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷീജ, ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് പോകണ്ട എന്നുള്ളതാണോ കേന്ദ്രം പറയുന്നത്? അനുമതി നൽകിയില്ല എന്നുള്ളതാണോ വരുന്ന പ്രധാനപ്പെട്ട വിവരം? തീർച്ചയായും ശരത്ത്, ഏതായാലും പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്രം നൽകിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ആ യാത്ര ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് ഇനിയിപ്പോൾ കുവൈറ്റിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. രാവിലെ മുതൽ തന്നെ, അതായത് മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയെ കുവൈറ്റിലേക്ക് അയക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന് മന്ത്രിസഭാ യോഗം ചേർന്ന് അന്തിമ അംഗീകാരം നൽകി. അതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ദുരന്തഘട്ടത്തിൽ പോലും സംസ്ഥാനത്തോട് ആ രീതിയിൽ ഉള്ളൊരു ഇടപെടലല്ല ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ യാത്ര അത് തടഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചതിലൂടെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ യാത്രയാണ് മുടങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും കാരണം അതിൽ പറയുന്നുണ്ടോ? കാരണം കേരളത്തിൽ നിന്നുള്ള മലയാളികളാണ് ഏറ്റവും അധികം മരണപ്പെട്ടിട്ടുള്ളത്.
അവിടേക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ തീരുമാനിക്കുമ്പോൾ അതിന് എന്തടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിക്കുന്നത്? നിലവിൽ ഏതായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ ശരത്ത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ദില്ലിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നിലവിലേതായാലും ആരോഗ്യമന്ത്രിയുടെ യാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ വിമാനത്തിലുള്ള യാത്ര അത് സാധ്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ നൽകുന്നതായിരിക്കും. അതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്, എറണാകുളത്തേക്ക്. അതിനൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരായ പി രാജീവും കെ രാജനും കൂടി എറണാകുളത്തേക്ക് പുറപ്പെടുന്നതായിരിക്കും. നാളെ രാവിലെ 8:30 എറണാകുളത്ത് മൃതദേഹങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ തന്നെ ഏറ്റുവാങ്ങുന്നതായിരിക്കും. ഏതായാലും വീണ ജോർജിന്റെ കാര്യം സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രി തന്നെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രിക്ക് കേന്ദ്രം അനുമതി, പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര അനുമതി ലഭ്യമാകും, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ആ നിലയിൽ അനുമതി ലഭിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് മന്ത്രി നെടുമ്പാശ്ശേരിയിലേക്ക് പോയത്. ആ നിലയിൽ വിമാനത്താവളത്തിൽ വരെ എത്തിയ മന്ത്രിക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചു എന്നുള്ളതാണ്. 23 മലയാളികളാണ് മരണപ്പെട്ടത്, 49 ഇന്ത്യക്കാരുടെ മരണം. അതിലേറ്റവും അധികം മരണപ്പെട്ടത് മലയാളികളാണ്. മാത്രമല്ല അവിടെ ചികിത്സയിലും നിരവധിയായ ആശുപത്രികളിൽ ഇപ്പോൾ മലയാളികളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല എന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സാഹചര്യം. അത്ര വലിയ ദുരന്തത്തിൽ പോലും ഈ വിധമുള്ള രാഷ്ട്രീയം കാണുന്ന ഒരു സമീപനമാണ് ഇതിന് പിന്നിലെന്ന് പറയേണ്ടതായി വരുന്നു. ആ നിലയിലൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും വാർത്തയുമായി അത് മാറുകയാണ്. ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നിരവധിയായി വരേണ്ടതുണ്ട്. ഞാൻ നാഗനാഥനിലേക്ക്, നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ അവിടുത്തെ മലയാളികളൊക്കെ കാത്തിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായ ഒരു മന്ത്രി വരുന്നു. അവിടെ ചികിത്സ ലഭിക്കുന്നവർ, നേരത്തെ മന്ത്രി രാജനും അതാണ് സൂചിപ്പിച്ചത്, നമ്മുടെ ഒരു മന്ത്രി തന്നെ അവിടെ വന്ന് കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നു, നമ്മുടെ സംഘടനകളൊക്കെ സജീവമായി നിൽക്കുന്നു. കുറേ കൂടി ഒരു ആശ്വാസകരമായൊരു അന്തരീക്ഷമാണ്. പക്ഷേ നിരാശാജനകമാണ്, നിർഭാഗ്യകരമാണ്. മന്ത്രിക്ക് പോകാൻ അനുമതി നൽകാത്ത നിലയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് നാഗനാഥൻ. തീർച്ചയായിട്ടും ഇത്രത്തോളം ദുഃഖകരവും അപലപനീയവുമായ ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. ഇത് ഒരു പരിധിവരെ ഇല്ലെങ്കിൽ പ്രതിഷേധാർഹവും കൂടിയാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. വളരെ പ്രതീക്ഷയോടെയാണ് കുവൈറ്റിലെ പ്രവർത്തകർ മന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ നിന്നതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനത്തിലേക്ക് മന്ത്രിയെ ഉൾപ്പെടുത്താൻ വേണ്ടിയും തീരുമാനിച്ചിരുന്നത്. 2 ദിവസമായിരുന്നു ഏകദേശം ഈ വിസിറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ അതൊക്കെ തന്നെ നടത്താൻ കഴിയാത്ത ദുഃഖകരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അങ്ങേയറ്റം നിരാശാജനകമായ ഒരു നടപടി, അങ്ങേയറ്റം അപലപനീയമായൊരു നടപടി കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തോട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നതുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ജമാൽ അറിഞ്ഞല്ലോ അല്ലേ കാര്യങ്ങൾ? തീർച്ചയായും ശരത്ത്, ഒരുപക്ഷെ ഇത് ആദ്യമല്ല. നേരത്തെ അബുദാബിയിൽ മുഖ്യമന്ത്രി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിക്കുകയും അതിന്റെ ബ്രോഷർ ഒക്കെ തന്നെയും അടിക്കുകയും ആ അധികൃതർ, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് അധികൃതർ അത് അക്കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അവസാന നിമിഷം മുഖ്യമന്ത്രിക്ക് വരെ ഈ അനുമതി നിഷേധിച്ചു. കാരണം കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണം അതുവഴി കിട്ടും എന്ന് കേന്ദ്ര സർക്കാർ അറിയാം. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിക്ഷേപം എത്തുന്ന, അല്ലെങ്കിൽ അബുദാബിയിൽ തന്നെ നിക്ഷേപം. പക്ഷേ ഇതിപ്പോ ഒരു വൻ ദുരന്തത്തിന്റെ കാര്യത്തിലും എടുക്കുന്ന ഒരു സമീപനം എന്ന പ്രശ്നം ഇതിനകത്തുണ്ടല്ലോ. ഒരു വലിയ ദുരന്തത്തിൽ പോലും കേരളം നന്നാകണ്ട എന്ന് ശരത്ത്, അങ്ങനെ കേരളം നന്നാകണ്ട എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു വലിയ ദുരന്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ വീണ ജോർജ് എത്തുമ്പോൾ ഏതാണ്ട് പകുതിയോളം പേർ മലയാളികളാണ് ഇപ്പോൾ ഈ മരിച്ചതിൽ. അവർക്ക് വലിയ ആശ്വാസമാണ് തങ്ങളുടെ മന്ത്രി നേരിട്ട് വരികയും തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാനും വേണ്ട സഹായങ്ങൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കാനൊക്കെ വഴിയൊരുങ്ങും. അങ്ങനെ പോലും വേണ്ട, മലയാളികളെ
നന്നാകണ്ട എന്ന് മാത്രമല്ല മലയാളികളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ എന്നാണ് ഇപ്പോൾ കേന്ദ്ര റൈറ്റ്. സർക്കാർ ഏതായാലും ഓരോ ജമാൽ ഇപ്പോൾ നടപടിയിലെയും സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം നിരാശ പ്രവാസി മലയാളികൾക്ക് ആ പ്രദേശത്ത് ഇപ്പോൾ ചികിത്സയിലും മറ്റും കഴിയുന്നവർക്ക് ഒരു വലിയ നിരാശ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഒരു വലിയ ദുരന്തത്തിൽ പോലും ഈ വിധം സമീപനം എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന പ്രശ്നം, ഒരു ഗുരുതരമായ പ്രശ്നം, അപലപനീയമായ പ്രശ്നം, അങ്ങേയറ്റം നിരാശാജനകമായ നിലയിലുള്ളൊരു നിലപാട് പ്രതിഷേധാർഹം തന്നെയാണ്. ആ നിലയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോട് കാട്ടിയിട്ടുള്ളത്. കുവൈറ്റിലേക്ക് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോകാൻ തീരുമാനിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ മന്ത്രിക്ക് അതിന് കേന്ദ്ര അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ഗൗരവമായ ഒരു പ്രശ്നം. അതാണ് ഈ പ്രശ്നവുമായി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സാഹചര്യം. അതിൻ്റെ വിശദാംശങ്ങളാണ് ഷീജ ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തത്. നമുക്ക് ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായി പോകേണ്ടതുണ്ട്.